ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു ആ ചാനൽ. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു. വീട്ടിൽ നിന്നും ഇത്തിരി നേരത്തെ ഇറങ്ങി. ഇത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി നേരത്തെ. പുലർച്ചെ 1:15 വണ്ടിയിൽ കയറി. കൃത്യം 5:30 ആലപ്പുഴ ജില്ലയിലുള്ള അമ്പലപ്പുഴ ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി. വലതുകൈയിൽ ചമ്മട്ടിയും ഇടതുകൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പരബ്രഹ്മ സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടത്തേത്. 12 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന പള്ളിപ്പാന ഉത്സവമായിരുന്നു അവിടെ. ഈ സമയത്ത് ഞങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത് ഭാഗ്യം തന്നെ. രുചിക്ക് പ്രസിദ്ധിയാർജിച്ച അമ്പലപ്പുഴ പാൽപായസം ഭഗവാന്റെ ഇഷ്ട വഴിപാടാണ്. ഉച്ചപൂജയ്ക്ക് ഈ പായസം കഴിക്കാനായി ഗുരുവായൂരപ്പനും ഇവിടെ എത്തുമെന്ന് ഐതിഹ്യമുണ്ട്. 6:45 അവിടെ നിന്നും ഇറങ്ങിയ ഞങ്ങൾ 7:15 ആലപ്പുഴ ജില്ലയിലെ തന്നെ ഹരിപ്പാട് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെത്തി. ഈ ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ചെയ്യുന്നത് മണ്ണാറശാല ഇല്ലത്തെ തലമുതിർന്ന ഒരു അമ്മയാണ്. വലിയമ്മ എന്ന പേരിലാണ് ഈ പുരോഹിതയായ അന്തർജനം അറിയപ്പെടുന്നത്. ഈ വലിയമ്മ ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവരുടെ അനുഗ്രഹവും കിട്ടി. സന്താന സൗഭാഗ്യത്തിനായി ഉരുളികമഴ്ത്തൽ എന്നൊരു വഴിപാടുണ്ട് ഇവിടെ. കയ്യിൽ കരുതിയിരുന്ന പ്രഭാത ഭക്ഷണം കഴിച്ച് വണ്ടിയിൽ കയറിയ ഞങ്ങൾ 9 മണിക്ക് കൊല്ലം ജില്ലയിലെ പൊന്മന കാട്ടിൽ മേഘതിൽ ശ്രീ ഭഗവതി ക്ഷേത്രം എത്തി. കൊട്ടാരക്കടവിൽ നിന്നും ജങ്കാറിലോ കടത്തുവഞ്ചിയിലോ വേണം ക്ഷേത്രത്തിലെത്താൻ. കടലിനും കായലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിന്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് TS കനാലുമാണ്. ദേവി മുതലപ്പുറത്തേറി ഇവിടെ എത്തിയെന്നാണ് സങ്കല്പം. ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ഇവിടെ. ക്ഷേത്രത്തിൽ നിന്നും വെറും 10 മീറ്റർ മാത്രം ദൂരമേയുള്ളൂ കടലിന്. എങ്കിൽ പോലും ഇവിടത്തെ കിണറുകളിലെല്ലാം ഉപ്പുരസമില്ലാത്ത ശുദ്ധജലമാണ് കിട്ടുന്നത്. 5ഓളം കിണറുകളുണ്ട് ഇവിടെ. അതുമാത്രമല്ല, കടലിന് ഇത്ര അടുത്തു കിടക്കുന്ന ഈ ക്ഷേത്രത്തിന് നാട് മുഴുവൻ നശിപ്പിച്ച സുനാമി തിരമാലകൾക്ക് ഒന്ന് തൊടാൻ പോലും സാധിച്ചില്ല. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് മണിനേർച്ചയാണ്. അതുകൊണ്ടുതന്നെ ഈ അമ്പലം മണികെട്ടമ്പലം എന്നും അറിയപ്പെടുന്നുണ്ട്. കൃത്യസമയത്ത് എത്തിച്ചേർന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്നും പ്രസാദ ഊട്ട് കിട്ടി. മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിയ ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ മഹേശ്വര ശിവപാർവതി ക്ഷേത്രത്തിൽ 3 മണിക്കെത്തി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. 111 അടി ഉയരം വരുന്ന ഈ ശിവലിംഗത്തിനകത്ത് 7 നിലകളുണ്ട്. ഇതിനു സമീപമായി 80 അടി ഉയരത്തിൽ വൈകുണ്ഠം പണിതിട്ടുണ്ട്. ഇവ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന 64 അടി നീളമുള്ള ഹനുമാൻ സ്വാമിയുമുണ്ട്. ഇതിനകത്തെല്ലാം കയറി 5 മണിക്ക് ഇറങ്ങിയ ഞങ്ങൾ 6:15 ആഴിമല ശിവക്ഷേത്രം എത്തി. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്ത് കടൽ തീരത്താണ് ഈ ക്ഷേത്രം. 58 അടി ഉയരമുള്ള ശ്രീ പരമേശ്വരന്റെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള മനോഹരമായ ശില്പമാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമകളിൽ ഒന്നാണ് ഇത്. ഗംഗാധരേശ്വര പ്രതിമയുടെ സമീപത്തെ ചെറിയ കവാടത്തിലൂടെ ഗുഹാസമാനമായ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. മണ്ഡപത്തിൽ ശിവന്റെ ശയനശില്പം, അർദ്ധനാരീശ്വര ശില്പം, 9 നാട്യഭാവങ്ങൾ, അങ്ങനെ ഒരുപാടുണ്ട് കാണാൻ. ജാതിമത ഭേദമന്യേ വിശ്വാസികളായ എല്ലാവർക്കും ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ വാസ്തുശൈലി തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുമായി വളരെ സാമ്യമുള്ളതാണ്. 7 മണിയായി ഇവിടെ നിന്നും ഇറങ്ങാൻ നേരെ റൂമിലേക്ക്. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം 7:30 ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. ഏത് ക്ഷേത്രമാണെന്ന് മനസ്സിലായോ? ഇന്ത്യൻ സൈന്യം നോക്കി നടത്തുന്ന ഒരു ഗണപതി ക്ഷേത്രമുണ്ട് കേരളത്തിൽ. തിരുവനന്തപുരത്ത് പ്രശസ്തമായ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിനാണ് ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ളത്. സൈന്യത്തിലെ മദ്രാസ് റെജിമെന്റിന്റെ കീഴിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രം. അടുത്തതായി നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ മഹാവിഷ്ണു ക്ഷേത്രമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അനന്തൻ എന്ന നാഗത്തിന്റെ പുറത്ത് ശയിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനാണ് പ്രധാന പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിൽ കയറണമെങ്കിൽ കർശനമായ ഡ്രസ് കോഡ് ഉണ്ട്. ചെക്കിങ്ങും സ്ട്രിക്റ്റ് ആണ്. 10:15 ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ്. സമയം ഇപ്പോൾ 11 മണി. ഇവിടുത്തെ അതിപ്രധാനമായ ഒരു ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടിയിട്ടുണ്ട്. പൊങ്കാല മഹോത്സവത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. ഇത് ഭഗവതിക്ക് പ്രിയപ്പെട്ട നാരങ്ങ വിളക്ക്. 12:45 ദർശനം കഴിഞ്ഞിറങ്ങി. ഉച്ചഭക്ഷണവും കഴിഞ്ഞ് വണ്ടിയിൽ കയറി. വൈകിട്ട് 7:30 കോട്ടയത്തുള്ള ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെത്തി. ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷമായ ഏറ്റുമാനൂർ ഉത്സവമാണെന്ന്. ഏറ്റുമാനൂർ ഉത്സവം എന്ന് പറയുന്നത് 10 ദിവസമാണ്. 8ാം ഉത്സവത്തിന്റെ അന്നാണ് അർദ്ധരാത്രി 12 മണിക്ക് 7:30 പൊന്നാന ദർശനം. ഈ ക്ഷേത്രത്തിൽ രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് മുഖ്യപ്രതിഷ്ഠ. രാവിലെ അഘോരമൂർത്തിയായും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായും വൈകിട്ട് അർദ്ധനാരീശ്വരനായും സങ്കല്പിച്ചാണ് ആരാധന. ഭഗവാൻ കൊളുത്തിയ വലിയ
വിളക്ക് ഇന്നും കെടാവിളക്കായിട്ടുണ്ട് ഇവിടെ. 8 മണിക്ക് നമ്മൾ അവിടെ നിന്നും ഇറങ്ങി ഡിന്നറും കഴിച്ച് നേരെ വീട്ടിലേക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി. അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി വരാം. ബൈ.